സംസ്ഥാനത്ത് ഫെബ്രുവരി 15-ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ചെറുകിട വ്യാപാരികളാണ് കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. ചെറുകിട വ്യാപാരികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. MS ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? എങ്ങനെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? പ്രധാനമായും ഈ മാസം അവസാനം 29-ാം തീയതി കാസർഗോഡ് നിന്നും വ്യാപാര സംരക്ഷണ യാത്ര ആരംഭിക്കുകയാണ്. ഇതിൽ ഉയർത്തിക്കാട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഖരമാലിന്യത്തിന്റെയും അതുപോലെ തന്നെ സംസ്കരിക്കുന്നതിന് ആവശ്യമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ സർക്കാർ തന്നെ നടപ്പിലാക്കുക. അതല്ലാതെ വ്യാപാരികളുടെ മേൽ ഇത് അടിച്ചേൽപ്പിക്കരുത്. വാറ്റ് നോട്ടീസുകളും GST പ്രാരംഭ നടപടികളും എല്ലാം തന്നെ ആ സമയത്ത് പിഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. അതിനോടൊപ്പം തന്നെ വ്യാപാരികൾ കുത്തക വ്യാപാര സ്ഥാപനങ്ങളുടെ വരവോടുകൂടി ചെറുകിട വ്യാപാരികളുടെ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് ആവശ്യമായ സഹായങ്ങൾ നൽകണം, നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ളവ നൽകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ഈ കടകൾ അടച്ചിട്ട് ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്ത് ഈ യാത്ര എത്തുമ്പോൾ, സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിക്കുന്നത്. 5 ലക്ഷം പേർ ഒപ്പിട്ട് ഉള്ള നിവേദനവും ഇതിനുവേണ്ടി, അതായത് ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും ഈ ഒരു യാത്രയിലുടനീളം ശേഖരിക്കുമെന്നാണ് വ്യാപാരികൾ തൃശ്ശൂരിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, ഷോയാണ് വിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് ഫെബ്രുവരി 15-ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും.